അതേമാതിരി തന്നെ പണയം വെക്കല്. പല പെണ്ണുങ്ങളുടെ പണ്ടവും പണയത്തിലാണ്. പണയം വെച്ച് സ്ഥാപനം തുടങ്ങും. പെണ്ണുങ്ങളുടെ എല്ലാ മുതലും കൂടി കൊണ്ടുവച്ച് പണയം വെക്കും. ഓനൊരു കച്ചവട സ്ഥാപനം തുടങ്ങും. ആ മുതൽമെന്ന് കിട്ടുന്നത് എങ്ങനെ വലുതായാലും അതൊക്കെ തിന്നു തീർക്കുന്ന എത്ര കൊല്ലത്തേക്കും കാലത്തേക്കുള്ള ഹറാമാണെന്നറിയാവില്ല. ചില ആൾക്കാർ അടവിന് വണ്ടിയെടുക്കും, പലിശ ഇടപാട്. പലിശയുടെ ഏറ്റവും ലഘുവായ കുറ്റെന്താ? സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ച് അതിൽ നിന്ന് കിട്ടിയത് നക്കിയവനെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. അധികാരോടും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. പറയുമ്പോൾ ഉമ്മാരെ മനസ്സിൽ ഓർമ്മ വരും. പലിശയിൽ 30ൽ ഒരംശം തിന്നുന്നോന്റെ കുറ്റാണ്. പക്ഷെ പലരുടെ വീടും വാഹനവും ഒക്കെ ലോണ് പലിശ ഇടപാടുമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത് ഇടപെടുന്ന ആൾക്കാർക്ക് അള്ള കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താണെന്നറിയോ? അവനാന്റെ സ്വത്ത് എങ്ങനെ മെനക്കെട്ട് പരിശോധിച്ചാലും അതിൽ ഹറാമും ഹലാലും വേർതിരിക്കാനാവും. അത്ര കതുമിലേക്ക് ഹറാമ് കൂടിപ്പോയിണ്ടാവും. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഇത് ഹറാമാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ഓൻ ഉണ്ടാവില്ല. അവിടെല്ലേ ഇവിടെല്ലേ, ഓലി ചെയ്യാറില്ലേ, അവരെ കാണാറില്ലേ, അതൊന്നും ഇല്ലാണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുവോ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതൊരു വിശ്വാസിക്ക് ഉണ്ടാവില്ല. സമിഅ്നാ വഅതഅനാ, ഞാൻ കേട്ടു, ഞാൻ അനുസരിച്ചു. അത് ഏത് രംഗത്താണെങ്കിലും അങ്ങനെ ഒരു കാര്യം ഹറാമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹറാമെന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു മനസ്സ്